ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ട്രഷറി. ഇതിനോടകം തന്നെ നമ്മൾ പലതരം സംഖ്യകളെക്കുറിച്ചും അവയുടെ ഓപ്പറേഷൻസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ബോർഡിലൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് 1 മീറ്ററാണെന്ന് ഇരിക്കട്ടെ, 1 മീറ്റർ. വാട്ട് ഈസ് ദ ഡയഗണൽ ഓഫ് ദിസ് സ്ക്വയർ? ഡയഗണൽ വരച്ച് കഴിയുമ്പോൾ 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസാണ് നമുക്ക് കിട്ടുന്നത്. 90 ഡിഗ്രി. നമുക്ക് ഈ ഡയഗണൽ കാണാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാവുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സുമായി ബന്ധപ്പെട്ട ഒരു തിയറമുണ്ട്, പൈതഗോറസ് തിയറം. അതായത് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഡയഗണൽ അഥവാ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. ബേസും 1 ആണ്, എല്ലാം സൈഡും 1 അല്ലേ. അപ്പോൾ 1 ബേസ് സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 1, ദാറ്റ്സ് ഈക്വൽ ടു 2, റൂട്ട് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 2ൻ്റെ സ്ക്വയർ റൂട്ട്, 2ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? അതാണ് നമുക്ക് കൃത്യമായ വില എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഒക്കെ റൂട്ട് എടുക്കാം. അതായത് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. 1 × 1 1, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1, 2 സ്ക്വയർ 4 ആകുമ്പോൾ റൂട്ട് ഓഫ് 4 ഈസ് ഈക്വൽ ടു 2, റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3, റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു 4, അങ്ങനെ പറയാം. അപ്പോൾ ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം 1ൻ്റേത് 1 ആണ്, 4ൻ്റെ റൂട്ട് എടുത്തപ്പോൾ 2 ആണ്. അപ്പോൾ 1നും 4നും മധ്യേ വരുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ 1നും 2നും ഇടയ്ക്കായിരിക്കും സ്ക്വയർ റൂട്ട് അല്ലേ. അപ്പോൾ 2 ഈസ് ബിറ്റ്വീൻ 1 and 4. Therefore the square root of 2 is between 1 and 2. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡെസിമൽ ഫോമിലൊക്കെ ഫ്രാക്ഷൻസിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ 2.25 അതെന്ന് പറയുന്നത് 2.25 അല്ലേ. 2.25 റൂട്ട് എന്ന് പറയുന്നത് 1.5 ആണ്. അത് 15 15 225. അപ്പോൾ 1.5 ആണ് 2.25ൻ്റെ റൂട്ട്. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിപ്പം ഡെസിമൽ ഫോമിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഉള്ളൊരു ഫ്രാക്ഷന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 2 എന്ന് പറയുന്ന 2ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1 and ബിറ്റ്വീൻ 1 and 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത, പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള നമ്പേഴ്സിൻ്റെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയഗണൽ റൂട്ട് 2 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. അതിൻ്റെ വില എന്ത് വരും, ആക്യുറേറ്റായിട്ടുള്ള വില എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ ബിറ്റ്വീൻ 1 and 2 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ കുറച്ച് 1നും 2നും ഇടയ്ക്കുള്ള കുറേ ഫ്രാക്ഷൻസ്, അതായത് അതിൻ്റെ ഡെസിമൽ ഫോമിൻ്റെ സ്ക്വയേഴ്സ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1.4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.96. അത് 2ൽ താഴെയാണ്, 2ൽ താഴെയാണിത്. 1.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2.25. അപ്പോൾ ഇത് 1.4 സ്ക്വയർ 1.96 ആയി, 1.5യുടെ സ്ക്വയർ 2.25 ആയി. അതായത് ഇത് 2ൽ കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ 2ൽ കുറവുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൂട്ട് 2 ഈസ് ബിറ്റ്വീൻ റൂട്ട് 2 എന്ന് പറയുന്നത്
ബിറ്റ്വീൻ 1.4 ആൻഡ് 1.5. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1.96ൻ്റെ റൂട്ട് 1.4 ആണ്. 2.25ൻ്റെ റൂട്ട് 1.5 ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന 2ൻ്റെ റൂട്ട് 1.4നും 1.5നും ഇടയ്ക്ക് കിടക്കുന്നു. അപ്പോൾ അതിനടുത്ത ഒരു ഡെസിമലൂടെ എടുത്ത് സ്ക്വയർ കണ്ടുപിടിച്ചിരിക്കുന്നു. 1.41 സ്ക്വയറിൻ്റെ ആൻസർ 1.9881. 1.42 സ്ക്വയർ എന്ന് പറയുന്നത് 2.0164. അപ്പോൾ ഇതിനേക്കാട്ടിൽ കുറച്ചുകൂടെ കുറഞ്ഞു വന്നു. 2.25നേക്കാൾ കുറവാണിത്. അത് രണ്ടിനോട് കുറച്ചുകൂടെ അടുത്തു. ഇവിടെയാണെങ്കിൽ 1.96നേക്കാട്ടിൽ കൂടി. ഇത് 2വിനോട് കുറച്ചുകൂടി അടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം റൂട്ട് 2ൻ്റെ വില 1.41നും 1.42വിനും ഇടയിലാണ് കിടക്കുന്നത്. പിന്നെ അടുത്ത സ്ഥാനം നോക്കിയപ്പോൾ ഇവിടെ 1.414 സ്ക്വയർ എടുത്തപ്പോൾ 1.999396 എന്ന് കിട്ടി. കുറച്ചുകൂടിയും 2വിനോട് അടുത്ത് വന്നു. ഇത് 1.415 സ്ക്വയർ എടുത്തപ്പോൾ 2.002225. ഇത് കുറച്ചുകൂടെയും കുറഞ്ഞിട്ട് 2വിനോട് അടുത്ത് കിടക്കും. ദാറ്റ് മീൻസ് റൂട്ട് 2 ഈസ് ബിറ്റ്വീൻ 1.414 ആൻഡ് 1.415. ദെൻ നെക്സ്റ്റ് ഡെസിമൽ പ്ലേസ് ഇട്ട് സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി 1.99996164 അങ്ങനെ വന്നു. അപ്പോൾ കുറച്ചുകൂടെയും രണ്ടിനടുത്ത് വന്നിരിക്കുകയാണ്. 1.4142ൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 1.4143യുടെ സ്ക്വയർ എടുത്തപ്പോൾ 2.00024449. ഇതിൽ കുറച്ചുകൂടെയും കുറവായി. അപ്പോൾ 2വിനോട് വീണ്ടും അടുത്തു. അപ്പോൾ റൂട്ട് 2 ഈസ് ബിറ്റ്വീൻ 1.4142 ആൻഡ് 1.4143 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതിങ്ങനെ അങ്ങോട്ട് തുടർന്നാൽ അടുത്ത ഡെസിമൽ പ്ലേസസ് എടുത്തെടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് റൂട്ട് 2വിനൊരു ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സ്ക്വയർ 2 വരത്തക്കവണ്ണം. സ്ക്വയർ 2 വരത്തക്കവണ്ണം ആക്യുറേറ്റായിട്ടൊരു ഡെസിമൽ നമ്പർ അതിൻ്റെ സ്ക്വയർ 2 ആകത്തക്കവണ്ണം കിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതിങ്ങനെ തുടർന്ന് പോകത്തേ ഉള്ളൂ. നമ്മൾ ഓരോ ഡെസിമൽ പ്ലേസ് എടുത്ത് ചെയ്താലും നമുക്ക് 2 കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നോൺ ടെർമിനേറ്റിംഗ് ആണ് ഈ പ്രോസസ്സ്, നോൺ ടെർമിനേറ്റിംഗ്. അപ്പോൾ റൂട്ട് 2വിൻ്റെ വില കണ്ടുപിടിക്കാൻ നോക്കിയാൽ അതിൻ്റെ ഡെസിമൽ പ്ലേസസ് ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് വരും. അതുപോലെ തന്നെ റിപ്പീറ്റിംഗ് അല്ലാത്തതുമാണ്. റിപ്പീറ്റിംഗ് പാറ്റേണേ അല്ല. ഓരോ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് അടുത്തത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആക്യുറേറ്റ് ആയിട്ടൊരു ഡെസിമൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ റൂട്ട് 2വിൻ്റെ വില എന്ന് പറയുന്നത് റൂട്ട് 2 ഈസ് ഈക്വൽ ടു 1.4142. ഇതിനും ഇടയിലാണെന്നല്ലേ 1.41421 എക്സെട്രാ 1 ചെന്ന് അതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടെ എടുത്തു. അപ്പോൾ റൂട്ട് 2വിൻ്റെ വില എക്സെട്രാ ആയിട്ട് ഇങ്ങനെ അങ്ങ് എഴുതാനേ പറ്റുള്ളൂ. നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിങ്ങുമാണ്. അവസാനിക്കുന്നില്ല, ആവർത്തിക്കുന്നുമില്ല. അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ ഒരു ഡെസിമൽ നമ്പറാണ് റൂട്ട് 2. ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ. നമുക്ക് അങ്ങനെ ഒരു ഫ്രാക്ഷൻ, ഇതിനെ ഫ്രാക്ഷനാക്കാനും പറ്റത്തില്ലല്ലോ. ഫ്രാക്ഷനാക്കാൻ പറ്റില്ല, ഫ്രാക്ഷനായിട്ട് കിട്ടില്ല. ഇതിനെ ഫ്രാക്ഷനാക്കാൻ പറ്റത്തില്ല. അതായത് ഡെസിമൽ നമ്പർ ആ ഡെസിമൽ നമ്പർ ഫ്രാക്ഷൻ p/q രൂപത്തിൽ റാഷണൽ നമ്പറാക്കി, റാഷണൽ നമ്പറാക്കി എഴുതാൻ നമുക്ക് പറ്റില്ല. p/q q നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാനേ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. റൂട്ട് 2 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. അപ്പോൾ നമുക്കതിന് ഇറാഷണൽ നമ്പർ എന്ന ഗ്രൂപ്പിനകത്ത് വരുന്നു എന്ന് പറയാം. അപ്പോൾ റൂട്ട് 2 ഈസ് ആൻ
ഇറാഷണൽ നമ്പർ. റൂട്ട് 2 പോലെ വേറെയും നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് റൂട്ട് ഡെസിമൽ നമ്പർ, ആക്കുറേറ്റ് ഡെസിമൽ നമ്പർ കിട്ടാത്ത വേറെയും ഇതുപോലുള്ള നമ്പേഴ്സ് ഉണ്ട്. 3യുടെ 5ൻ്റെ 6 7 8 ഇതിൻ്റെയൊക്കെ റൂട്ട് 3 = 1.73205 എക്സെട്ര അങ്ങനെ കിട്ടത്തുള്ളൂ. റൂട്ട് 5 = 2.23607 എക്സെട്ര. റൂട്ട് 6 = 2.244948 എക്സെട്ര. റൂട്ട് 7, റൂട്ട് 8, റൂട്ട് 11, റൂട്ട് 13 ഇഷ്ടം പോലെ ഇതുപോലുള്ള ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയല്ല, ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടല്ലേ എടുത്തുള്ളൂ. ഇപ്പോൾ ക്യൂബ് നോക്കിയാൽ 2³ = 8. അപ്പോൾ അതിൽ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 8, ക്യൂബ് റൂട്ട് എന്ന് എഴുതുമ്പോൾ ഈ റൂട്ടിൻ്റെ ഇത് ചിഹ്നത്തിന് റാഡിക്കൽ സൈൻ എന്നാണ് പറയുന്നത്. ഈ റാഡിക്കൽ സൈനിനകത്ത് അവിടെ 3 എഴുതിയിരിക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 8 = 2 എന്ന് നമുക്ക് കിട്ടും. എന്നാൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഹോൾ നമ്പർ നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടി 8ൻ്റെ ക്യൂബ് റൂട്ടിന്. എന്നാൽ ക്യൂബ് റൂട്ട് ഓഫ് 2 എത്ര? ക്യൂബ് റൂട്ട് ഓഫ് 4 എത്ര? ക്യൂബ് റൂട്ട് ഓഫ് 5. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇതിനൊക്കെ ഒരു ഹോൾ നമ്പർ കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ കിട്ടാൻ പാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതും ഇറാഷണൽ വിഭാഗത്തിൽ വരുന്നു. ക്യൂബ് റൂട്ടല്ല, 5th റൂട്ട്, 6th റൂട്ട്, അങ്ങനെ നമുക്ക് ഏത് റൂട്ട് വേണമെങ്കിലും എടുക്കാൻ. പക്ഷേ ആൻസർ കിട്ടാത്ത നമ്പർ ഉണ്ട്, റാഷണൽ നമ്പറായിട്ട് കിട്ടാത്തത് ഉള്ള ഇത്തരത്തിലുള്ള നമ്പേഴ്സുണ്ട്. ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ഇറാഷണൽ നമ്പേഴ്സിനകത്ത് വേറെയും ചില നമ്പറുകൾ, അതായത് പൈ, നമ്മൾ സാധാരണ സർക്കിളിൻ്റെ ഏരിയ കാണുക, സർക്കംഫറൻസ് കാണുക, ഇതിനൊക്കെ നമ്മൾ പൈ എന്നുള്ളത് 3.14 എന്നൊക്കെ എഴുതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ 22/7 എന്നൊക്കെ പറഞ്ഞ് ക്രിയകൾ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും പൈ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ അത് തമ്മിലുള്ള റേഷ്യോ, അതാണ് പൈ. 3.14 എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഏകദേശ വിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ റൂട്ട് 2 നമ്മൾ ഏകദേശ വില എടുത്ത് നമ്മൾ ക്രിയകൾ ചെയ്യാറുണ്ട്. ഏകദേശ വില എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 2 എന്ന് എഴുതും, 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 2.14 എന്ന് എഴുതി ക്രിയ ചെയ്യും, 3 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 2.141 എന്ന് എഴുതി ക്രിയ ചെയ്യും. അതുപോലെയാണ് ഇവിടെ പൈയുടെ വില നമ്മൾ 3.14 ആണ്, 22/7 ആണ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ ആ ക്രിയ ചെയ്യുമ്പോൾ ഏകദേശ വിലയാണ് നമുക്കവിടെ കിട്ടുന്നത്. ശരിക്കും പൈയുടെ വില എന്ന് പറയുന്നത്, അപ്പോൾ പൈയുടെ അക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3.1415926535 എക്സെട്ര ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പൈ = ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്, അതാണ് പൈയുടെ. ഇതുപോലെ വേറൊരെണ്ണം കൂടിയുണ്ട്, ഇ, അതായത് ഓയിലേഴ്സ് നമ്പർ. മറ്റൊരു ഇറാഷണൽ നമ്പറാണ് ഇ, = 2.718281282845 എക്സെട്ര. ഇത് ഓയിലേഴ്സ് നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഒക്കെ ബേസായിട്ട് വരുന്ന നമ്പറാണ് ഇത്. ഇതും ഇറാഷണൽ വിഭാഗത്തിൽ വരുന്നു. അപ്പോൾ ഇറാഷണൽ വിഭാഗത്തിൽ വരുന്ന പൈ, ഇത്തരത്തിലുള്ള നമ്പേഴ്സുകളുമുണ്ട്. ഇതുപോലെ റാഡിക്കൽ സൈനിനകത്തുള്ള നമ്പേഴ്സും ഉണ്ട്. റാഡിക്കൽ സൈനിനകത്തുള്ള ഇറാഷണൽ നമ്പറിനെ സേഡ്സ് എന്ന് പറയും. റാഡിക്കൽ സൈനിനകത്ത് വരുന്ന നമ്പേഴ്സിനെ സേഡ്സ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഇറാഷണൽ നമ്പേഴ്സിനെ ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ്. അപ്പോൾ
അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് രണ്ടായിട്ട് തിരിക്കാം. സേഡ്സ് ആൻഡ് ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ്. സേഡ്സ് റാഡിക്കൽ സൈനിനകത്തുള്ളതും ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ് അതായത് അതീത സംഖ്യകൾ. ഇത് മലയാളത്തിൽ ഇതിനെ കരണികൾ എന്ന് പറയും. ഇത് അതീത സംഖ്യകൾ. അങ്ങനെ രണ്ട് വിഭാഗത്തിൽ ഉള്ള നമ്പേഴ്സാണ് ഉള്ളത്. ഇത്രയുമാണ് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ഏകദേശം. നമുക്കിനിയും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല. സേഡ്സിൻ്റെ ഓപ്പറേഷൻസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെയാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ഏകദേശ ചിത്രം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ സിംപ്ലിഫിക്കേഷനും ഒക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.